السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഖുതുബി 97. അഖൂലു, നാം പറയുന്നു, ഇദാ ഖുൽന, നമ്മൾ പറഞ്ഞാൽ, അൽ ഹയവാൻ, ഹയവാൻ മസലൻ, ഉദാഹരണത്തിൽ കുല്ലിയാണല്ല. അൽ ഹയവാന് എന്ന് പറഞ്ഞാൽ വെറും ഹയവാനല്ല, അൽ ഹയവാൻ. ഈ അൽ ഹയവാൻ എന്ന് പറഞ്ഞാൽ അത് കുല്ലിയാണ്. ബഹുനാക്ക, അപ്പൊ ആ അൽ ഹയവാൻ എന്ന് പറഞ്ഞതിലുണ്ട് ഉമൂറും സലാസത്ത്, 3 കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അൽ ഹയവാൻ എന്ന് പറഞ്ഞതിൽ 3 വിഷയങ്ങളുണ്ട്. ഒന്നാമത്തേത് ഏതാണ്? അൽ ഹയവാനു മിൻ ഹൈസു ഹുവ ഹുവ. ഒരു ഹയവാനാണ്, ആ ഹയവാനാണെന്ന ഭാഗത്തിലൂടെ. അൽ ഹയവാൻ, ഹയവാനായ ഒരു സാധനം. എന്തായ അപ്പൊ മിൻ ഹൈസു ഹുവ ഹയവാന് 1. രണ്ടാമത്തെ മഫ്ഹൂമുൽ കുല്ലി, കുല്ലിന്റെ മഫ്ഹൂം. കുല്ലിന്റെ മഫ്ഹൂമൊക്കെ അറിയാലോ, പലതിന്റെ മേൽ പറയാൻ പറ്റാന്നുള്ളത്. ഈ അൽ ഹയവാനി എന്നുള്ളത് പലതിന്റെ മേലും പറയാൻ പറ്റുമല്ല. എങ്ങനെ? മിൻ ഗൈരി ഇശാറത്തി ഇലാ മാദ്ദത്തി മിനൽ മവാദ്, മാദകളിൽ നിന്നുള്ള ഒരു മാദയിലേക്ക് ഇശാറത്ത് ചെയ്യാതെ, ഒരു മാദകളിൽ നിന്നുള്ളൊരു മാദയിലേക്ക് ഇശാറത്ത് ചെയ്യാതെ ആണ് ഏത്? പിന്നെ കുല്ലിന്റെ മഫ്ഹൂം. കാരണം വെറും കുല്ലി, ഹയവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹയവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയവാൻ എന്ന് പറഞ്ഞാൽ ഹസ്സാസ് മുത്തഹരിക്കും ബിൽ ഇറാദ. ആ ഹസ്സാസും മുത്തഹരിക്കും ബിൽ ഇറാദയാകുന്ന ഹയവാന്, ഈ ഹയവാന് ഒരു പ്രത്യേക ഒരു മാതയിലേക്ക് സൂചിപ്പിക്കുന്നില്ല. അതിൽ ഏത് ഹയവാനും പെടാം. മനുഷ്യനും പെടാം, കാര്യം പെടാം, കന്നും പെടാം, പൂത്തും പെടാം, എല്ലാം പിന്നെ ജീവികളും അതിൽ പെടാം. അതാണ് കുല്ലിന്റെ മഫ്ഹൂം എന്നുള്ളത്. അതേപോലെ ഒരു ഹയവാനുൽ കുല്ലിയും, ഒരു കുല്ലിയായ ഒരു ഹയവാനും അതിലുണ്ട്. ഏതാണ് കുല്ലിയായ ഹയവാന്? വൗവൽ മജ്മൂഉൽ മുറക്കബു മിൻഹുമ. ഇവ രണ്ടിൽ നിന്നും മുറക്കബായ മജ്മൂ ആണ് കുല്ലിയായ ഹയവാൻ. അതേതാണ്? മിനൽ ഹയവാനി വൽ കുല്ലി. ഹയവാനിൽ നിന്നും കുല്ലിയിൽ നിന്നും മുറക്കബായ ഒരു മജ്മൂ, അതാണ് കുല്ലിയായ ഹയവാൻ. കുല്ലിയായ ഹയവാൻ. അവ ഹയവാന് കുല്ലിയായ ഹയവാൻ. ഹയവാൻ കുല്ലി തന്നെ, കുല്ലിയില്ലാതെ ഹയവാൻ ഉണ്ടാവില്ല. എങ്ങനെ പറയാൻ? വിശദീകരിക്കാം. എന്നിട്ട് പറയാം, തഗായിറു ബൈന ഹാദിഹിൽ മഫ്ഹൂമാതി ലാഹിർ. ഇവ ഈ പറയപ്പെട്ട മഫ്ഹൂമുകളുടെ ഇടയിലുള്ളതായ വ്യത്യാസം അത് വ്യക്തമാണ്. വ്യക്തം എന്ന് പറഞ്ഞപ്പോ നമുക്കറിയില്ല. ഒന്നാമത്തത് ഹയവാനാണ്. ആ ഹയവാനാണെന്ന ഭാഗത്തിലൂടെയുള്ള, അപ്പം ഹയവാനാണ് എന്ന ഐതിഹ്യത്തിലൂടെ ഈത്തിബാർ ചെയ്യപ്പെടുന്ന ഒന്ന്. എന്തായ അപ്പൊ അതോട് കുല്ലി എന്ന് പറഞ്ഞ മഫ്ഹൂം. അപ്പൊ അത് രണ്ടാമത്തേത് മഫ്ഹൂമിന്റെ ബേസിലൂടെ പോകുന്നത്. രണ്ടാമത്തേത് ഐസിയത്തിലൂടെയാണ്, മിൻ ഐസുവ എന്നുള്ള ഐസിയത്തിലൂടെയാകും. മൂന്നാമതോ ഈ ഹയവാനും കുല്ലിയും കൂട്ടിയിട്ടുള്ള മജ്മൂഇന്റെ ഭാഗത്തിലൂടെയാണ്. അപ്പൊ മൂന്നായിട്ട് നമുക്ക് വേർതിരിഞ്ഞേക്കാം. അപ്പോൾ കൂടുതൽ വിശദീകരിക്കേണ്ട. ഇനി നമ്മൾ പറയാൻ പോകാം പൈന്നവും. തീർച്ചയായിട്ടും കാര്യം ലൗകാനൽ മഫ്ഹൂമു മിൻ അഹദിഹിമ, ഈ ഹയവാന് കുല്ലി ഇവ രണ്ടിൽ നിന്നുള്ള ഒന്നിനാലുള്ള മഫ്ഹൂം ആയി. ഹയവാനിന്റെ മഫ്ഹൂം, അതേപോലെ കുല്ലിന്റെ മഫ്ഹൂം. ഹയവാന്റെ മഫ്ഹൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പിന്നെ ഹസ്സാസ് മുത്തഹരിക്കും ബിൽ ഇറാദ, അതാണ് ഹയവാന്റെ മഫ്ഹൂം. മനസ്സിലായില്ലേ? അപ്പം
ഹയവാന്റെ മഫ്ഹൂമിൽ എന്താകുക? ഐനൽ മഫ്ഹൂമ് മിനൽ ലാഹിർ. കുല്ലിന്റെ മഫ്ഹൂമിന്റെ ഐനാകുക. കുല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? പലതിന്റെ മേൽ പറയാൻ പറ്റുന്ന ഒന്ന്. കുല്ലി എന്ന് പറഞ്ഞാൽ പലതിന്റെ മേൽ എന്താണ് പറയാൻ പറ്റുന്ന ഒന്ന്. അതാണല്ലോ ഏത്? കുല്ലി. അവ സത്യത്തിൽ പറഞ്ഞാൽ ഇത് രണ്ടും വേർതിരിഞ്ഞ് മനസ്സിലായല്ലോ. ഹയവാനിന്റെ മഫ്ഹൂം എന്ന് പറഞ്ഞാൽ ഏതാ? ഹസ്സാസും മുത്തഹരിക്കും ബിലിറാദയാണ്. കുല്ലിന്റെ മഫ്ഹൂമോ പലതിന്റെ മേൽ പറയാൻ പറ്റുന്ന ഒന്നാണല്ലോ. അപ്പൊ തന്നെ മനസ്സിലായി രണ്ടും രണ്ടാണെന്ന്. നേരെ മറിച്ചുകൊണ്ട് രണ്ടും എന്താകുകയാണെങ്കിൽ ഒന്നിന്റെ മഫ്ഹൂമിന്റെ ഐന് മറ്റേതാകുകയാണെങ്കിൽ, അതായത് കുല്ലിന്റെ മഫ്ഹൂമിന്റെ ഐനാണ് ഹയവാന്റെ മഫ്ഹൂം എന്ന് വെക്കുകയാണെങ്കിൽ, ആകുകയാണെങ്കിൽ അങ്ങനെയല്ല. ഇനി അങ്ങനെ വെച്ചാലോ ലസിമ മിൻ തഅക്കുലി അഹദിഹിമ, ഈ പറയപ്പെട്ട രണ്ടിൽ നിന്നുള്ള ഒന്നിനെ മനസ്സിലാക്കുന്നത് കാരണമായി ലാസിമാവും തഅക്കുലു ലാഹരി, മറ്റേത് മനസ്സിലാക്കുക എന്നുള്ളത് ഉണ്ടായി. ഒന്ന് മനസ്സിലാക്കുന്നത് കാരണമായി മറ്റേതും കൂടി എന്ത് ചെയ്യും? മനസ്സിലാക്കുക എന്നുള്ളത് ഉണ്ടായി. എന്നാൽ കഥാരിക്ക വിഷയം അങ്ങനെയല്ലല്ലോ. വലൈസ കഥാരിക്ക, കാര്യം അങ്ങനെയല്ല. കാര്യം അങ്ങനെയല്ലല്ലോ. ഏത്? ഹയവാന് മനസ്സിലായാല് കുല്ലി മനസ്സിലാവുമോ? കുല്ലി മനസ്സിലായ ഹയവാന് മനസ്സിലാവുമോ? മനസ്സിലാവൂലല്ലോ. രണ്ടു വയസ്സല്ലേ. കാരണം എന്താ? ഫൈന മഫ്ഹൂമൽ കുല്ലി, കുല്ലീന്റെ മഫ്ഹൂമ് എന്ന് പറഞ്ഞാല്, കുല്ലീന്റെ മഫ്ഹൂമ് എന്ന് പറഞ്ഞാല് മാ ലാ മാ ഒന്നാണ്. ലാ എന്തനു നഫ്സു തസവ്വുരിഹി പിന്നെ അൻ വുഖൂഇ ശിർക്കത്തി ഫീഹി, നഫ്സു തസവ്വുർ ശിർക്കത്ത് വരുന്നതിനെ തൊട്ട് വിലങ്ങാത്തത്, അഥവാ പലതിന്റെ മേൽ പറയാൻ പറ്റുന്നത്. കാര്യം ഒന്ന് വളഞ്ഞ രൂപത്തിൽ പറഞ്ഞാന്ന് മാത്രം. അപ്പൊ പലതിന്റെ മേലിൽ പറയാൻ പറ്റുന്ന ഒന്ന്, പലതിന്റെ മേൽ എന്ത് ചെയ്യാം? പറയാൻ പറ്റുന്ന ഒന്ന്. മഫ്ഹൂമുൽ അയവാനി, അയവാന്റെ മഫ്ഹൂമോ അൽ ഇസ്മുൻ നാമിൽ ഹസ്സാസുൽ മുതഹരിക്കും ബിലിറാദ. അതാണ്. അപ്പൊ രണ്ട് മഫ്ഹൂമും രണ്ടല്ല എന്ന് മനസ്സിലായില്ലേ? ഹയവാന്റെ മഫ്ഹൂമും അതുപോലെ തന്നെ കുല്ലീന്റെ മഫ്ഹൂമും രണ്ടും രണ്ടാണെന്ന് മനസ്സിലായി. എന്നാൽ ഒമിനൽ ബൈച്ചിന്, സുവ്യക്തമായ കാര്യത്തിൽപ്പെട്ടതാണ് ജവാസു തഅക്കുലി അഹദിഹിമ. ഈ അയവാന് കുല്ലി, ഈ പൈപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ മനസ്സിലാക്കൽ ജായിസാണ്. എങ്ങനെ? മഴ ദുഹൂലി അനിൽ ആഖരി, മറ്റേതിനെ ഗഫലത്താവുന്നതിനോട് കൂടിയിട്ട്. എന്നുവെച്ചാൽ ഹയവാനിനെ നമുക്ക് മനസ്സിലാക്കാം, ഏതിനെ മനസ്സിലാക്കാത്ത രൂപത്തിൽ, കുല്ലീനെ മനസ്സിലാക്കാത്ത രൂപത്തിൽ. കുല്ലീനെ മനസ്സിലാക്കാത്ത രൂപത്തിൽ ഹയവാനെ നമുക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലായില്ല എങ്കിൽ വല്ലപ്പോൾ. അപ്പൊ ആദ്യത്തേത് ഏത്? പിന്നെ നമ്മൾ പറഞ്ഞ കുല്ലീന്റെ മഫ്ഹൂം ഉണ്ടല്ലോ, അത് അതിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാം? കുല്ലിയു തബഈ എന്ന് എന്ത് ചെയ്യും? പേര് പറയപ്പെടും. കുല്ലിയു തബഈ എന്ന് എന്ത് ചെയ്യും? പേര് പറയപ്പെടും. രണ്ടും കൂടി ഇതായത് എന്തായാലും രണ്ടും കൂടി പിന്നെ മുറക്കബായത്. അപ്പൊ രണ്ടും കൂടി മുറക്കബായതിനൊക്കെ എന്ത് പേര് പറയും? പിന്നെ കുല്ലിയു തബഈ എന്ന് എന്ത് ചെയ്യും? പേര് പറയപ്പെടും. അപ്പൊ ഒന്നാമത്തത് ഏതാണ്? അൽ ഹയവാൻ മിൻ ഹൈസു ഹുവ എന്ന് പറഞ്ഞില്ലേ? അപ്പം മിൻ ഹൈസു ഹുവ എന്നുള്ള ഹൈസിയത്തിലൂടെയുള്ള ഹയവാൻ, ആ ഹയവാനെ സംബന്ധിച്ച് കുല്ലിയു തബഈ പേര് പറയപ്പെടും. എന്താ കാരണം? തീർച്ചയായിട്ടും അത് തബീഅത്തും മിന തബായുൽ, അത് ഹഖീഖത്തിൽപ്പെട്ട ഒരു ഹഖീഖത്തിൽപ്പെട്ടതായ ഒരു ഹഖീഖത്താണ്. ഏത്? അൽ ഹയവാനു മിൻ ഹൈസു ഹുവ എന്ന് പറഞ്ഞില്ലേ? അൽ ഹയവാനു മിൻ ഹൈസു ഹുവ എന്ന് പറഞ്ഞില്ലേ? അത് ഹഖീഖത്തിൽപ്പെട്ട ഒരു ഹഖീഖത്തായിട്ടാണ് അതിനെന്ത് ചെയ്യുക? ഇഅ്തിബാറ്
ചെയ്യപ്പെടും. ഒരു പക്ഷെ അങ്ങനെ പറയാം. അല്ലെങ്കിൽ അവര് അന്നഹു മൗജൂദും ഫി തബിയത്ത്, അല്ലെങ്കിൽ തബിയത്തിൽ അത് മൗജൂദാണ്. തബിയത്ത് എന്ന് പറഞ്ഞാൽ ഫിൽ ഖാരിജ്, ഖാരിജ്. അപ്പൊ ഖാരിജിൽ മൗജൂദാണ് എന്ന് പറഞ്ഞ ബേസിക്കിലൂടെ. ഇനി വസാനി രണ്ടാമത്തെ എനിക്ക് മന്ദിക്കിയായ കുല്ലി. രണ്ടാമത്തേത് ഏതാണ്? കുല്ലീന്റെ മഫ്ഹൂം. അതെങ്ങനെ? ഒരു പ്രത്യേക മാതയിലേക്കൊന്നും സൂചിപ്പിക്കാത്ത രൂപത്തിലുള്ള കുല്ലി, അതിന് മന്ദിക്കിയായ കുല്ലി എന്ന് പേര് പറയപ്പെടും. എന്താ കാരണം? ഈ അന്നൽ മന്ദിക്കിയ, തീർച്ചയായിട്ടും ഒരു മന്ദിക്കി പണ്ഡിതൻ, ഇന്നമായ ബഹതു, ആ മന്ദിക്കി പണ്ഡിതൻ ചർച്ച ചെയ്യുന്നത് അനുഹു, ഇതിനെ സംബന്ധിച്ച് കുല്ലിന്റെ മഫ്ഹൂം. കാരണം ജുസിയാത്ത് ചർച്ചയില്ലല്ലോ. മന്ദിക്കീങ്ങൾ എടുക്കുന്ന ജുസിയാത്ത് ചർച്ചയില്ല, കുല്ലിന്റെ മഫ്ഹൂമിനെ പറ്റിയാണ് ചർച്ച ഉള്ളത്. മനസ്സിലായ? എന്നാൽ വമാ കാല, ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒരു വിഷയം എന്താണ്? അന്നൽ കുല്ലിയൽ മന്ദിക്കിയ, മന്ദിക്കിയായ കുല്ലി എന്ന് പറഞ്ഞത് കൗനുഹു കുല്ലിയൻ, അത് കുല്ലിയാവല ആള. മന്ദിക്കിയായ കുല്ലി എന്ന് പറഞ്ഞാല് മന്ദിക്കിയായ കുല്ലി എന്ന് പറഞ്ഞാൽ കുല്ലിയല്ലേ, വ കൗനുഹു കുല്ലിയൻ, അതിനാളെ മന്ദിക്കിയായ കുല്ലി എന്ന് പറഞ്ഞത്. അപ്പൊ ആ മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞ ആ അഭിപ്രായം ഫീഹി മുസാഹലത്തുൻ, അതിലൊരു ചില മുസാഹലത്തിന്റെ ഒരു അവ്യക്തത, ഒരു ഒരു വ്യക്തത കുറവുണ്ട്. അതിൽ വ്യക്തത കുറവുണ്ട്. ഏത്? കുല്ലി, മന്ദിക്കിയായ കുല്ലി എന്ന് പറഞ്ഞാൽ ഏതാകുക? ഹയവാന് കുല്ലിയാകുക എന്നുള്ളത്. ഹയവാന് കുല്ലിയാവുക എന്നതിനെ സംബന്ധിച്ച് കുല്ലി പിന്നെ മന്ദിക്കിയായ കുല്ലിയാകുക എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞതിന് ഒരു മുസാഹൽ. കാരണം എന്താ? ഇതിൽ കുല്ലിയത്ത് എന്നുള്ളത് ഇന്നമാഹിയ, തീർച്ചയായിട്ടും അത് മബ്ദഉഹു, മന്ദിക്കിയായ തുടക്കമാണ് കുല്ലിയത്ത്. അതായത് മന്ദിക്കിയായ കുല്ലിയ തുടങ്ങുന്നത് എവിടുന്നാണ്? കുല്ലിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മന്ദിക്കിയായ കുല്ലിയുടെ തുടക്കം, അതിന്റെ മബ്ദഅ് അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മന്ദിക്കിയായ കുല്ലി എന്നത് കുല്ലിയാകുക എന്ന് പറഞ്ഞത് അത് അത്രമാത്രം ശരിയായിട്ടില്ല. കാരണം എന്താ? ഈ അതിമി തഹഖുഖി അല്ല, അത് വേറെ വിഷയം പറയാം. ഇനി വസ്താജിസു, മൂന്നാമത്തെ അഖ്ലിയായ കുല്ലി. ഏതാ അഖ്ലിയായ കുല്ലി? മജ്മൂഅ് അല്ലേ? വൽ മജ്മൂഅ് അല്ല, മൂന്നാമത്തേത് മജ്മൂഅ് മുറക്കബ്. വൽ മുറക്കബു മിൻഹുമാ, അതാണ് വൽ മുറക്കബു മിൻഹുമാ. ഹയവാനിനാലും പിന്നെ അതേപോലെ കുല്ലിയിനാലും മുറക്കബായി. രണ്ടിൽ നിന്നും എന്തായ? മുറക്കബായി. രണ്ടിൽ നിന്നും എന്താകുന്നത്? മുറക്കബാകുന്നത്. അപ്പൊ അതേക്ക് കുല്ലി, അഖ്ലിയായ കുല്ലി എന്ന് പറയും. എന്താ കാരണം? അതിന് തഹഖുഖി ഇല്ലാത്തില്ല. അത് അഖ്ലിൽ മാത്രമേ അതിനക്ക് തഹഖുഖുള്ളൂ, വജൂദുള്ളൂ. വേറെ ഒന്നിലും അതിനക്ക് എന്തില്ല? വജൂദ്. എങ്കിൽ വൈന്നമാ കാല, ഇവിടെ മുസ്ലിം റഹ്മത്തുള്ളാഹി പറഞ്ഞത് അൽ ഹയവാൻ. കാരണം അൽ ഹയവാൻ എടുത്തിട്ടാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. അൽ ഹയവാൻ എന്ന് പറഞ്ഞിട്ട് അതിൽ 3 കാര്യങ്ങളെ ഇത്തിബാർ ചെയ്യാ ചെയ്തത്. മനസ്സിലായ? ഹയവാന്, അൽ ഹയവാനിനെ എടുത്തിട്ട് ഹയവാനിൽ നിന്ന് 3 കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത്തിബാർ ചെയ്തിരിക്കുന്നത്. അഥവാ ഇന്നമാ കാല, മുസ്ലിം റഹ്മത്തുള്ളാഹി പറഞ്ഞു അൽ ഹയവാനു എന്ന് പറഞ്ഞത് മസലൊരു ഉദാഹരണമാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? അന്ന ഇത്തിബാർ ആദിഹിൽ ഉമൂരി സലാസ, ഈ കുല്ലി, മന്ദിക്കിയായ കുല്ലി, അഖ്ലിയായ കുല്ലി, തബഈയായ കുല്ലി, ഈ പറയപ്പെട്ട 3 കാര്യങ്ങളെയും ഇത്തിബാർ ചെയ്യുക എന്നുള്ളത് അത് ലാ യഖ്തസു ബിൽ ഹയവാനി, ഹയവാന് കൊണ്ട് പ്രത്യേകമായതല്ല. വെറും ഹയവാന് കൊണ്ട് പ്രത്യേകമായതല്ല.
വലാബി മഫ്ഹൂമിൽ കുല്ലിയെ, അത് കുല്ലിന്റെ മഫ്ഹൂമ് കൊണ്ടും എന്തല്ല പ്രത്യേകതമായ. പിന്നെയോ ബൽ യതനാവലു സായിറൽ മാഹിയാത്തി, എല്ലാ മാഹിയാത്തിനെയും എന്ത് ചെയ്യും, അത് ഉൾപ്പെടുത്തും. ഏതെങ്കിലും ഒരു മാഹിയത്തിനെ മാത്രമല്ല, എല്ലാ മാഹിയത്തിനെയും പെടുത്തും. മഫ്ഹൂമാത്തിൽ കുല്ലിയാത്തി, കുല്ലിയാത്തിന്റെ എല്ലാ കുല്ലിയാത്തിന്റെ മഫ്ഹൂമാത്തിനെയും എന്ത് പെടുത്തും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയപ്പെട്ട 3 കാര്യങ്ങളെ പ്രത്യേകമായിട്ട് ഈ അൽ ഹയവാൻ എന്ന് പറഞ്ഞിട്ട് ഇത്തിബാർ ചെയ്യാനുള്ളതായ കാര്യം. ഇനി അത് വിശദീകരിക്കുക. അത്തായിദാ കുൽന, അങ്ങനെ നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അൽ ഇൻസാനു നൗഉൻ, ഇൻസാൻ നൗആണ്. ശരിയാണ്, ഇൻസാൻ നൗ തന്നെയാണല്ലോ. എന്ന് പറഞ്ഞാൽ ഹസന ഇന്ധന, നമ്മുടെ അടുക്കൽ കരസ്ഥമായി നൗഉൻ തബയ്യുൻ വ നൗഉൻ മന്തിക്കിയുൻ വ നൗഉൻ അഖലിയുൻ. അതാണ് അൽ ഇൻസാനി എന്ന് പറഞ്ഞാൽ. അൽ ഇൻസാനിൽ ഏതൊക്കെ പെടും? തബയ്യായ നൗഉണ്ടാവും, മന്തിക്കിയായ നൗഉണ്ടാവും, അഖലിയായ നൗഉണ്ടാവും. വകദാലിക ബിൽ ജിൻസി, അപ്രകാരം ജിൻസിലും ഉണ്ടാവും. വൽ ഫസ്ലി, ഫസ്ലിലും ഉണ്ടാവും. വഗൈരിഹിമ, രണ്ടും അല്ലാത്തതിലും. എന്നാൽ വൽ കുല്ലിയു തബഇയ്യു, തബഇയായ കുല്ലി. വൽ കുല്ലിയു തബഇയ്യു, തബഇയായ കുല്ലി. മൗജൂദുൻ, അത് എത്തിക്കപ്പെട്ടതാണ്. പിന്നെ ഖാരിജി, ഖാരിജിൽ എന്താണത്? എത്തിക്കപ്പെട്ടതാണ്. കുല്ലിയു തബഇ എന്നുള്ളത് ഖാരിജിൽ എന്താണ്? എത്തിക്കപ്പെട്ടതാണ്. കാരണം എന്താ? ദി അന്നൽ ആദൽ ഹയവാന, ഈ തീർച്ചയായിട്ടും ഈ ഹയവാനി എന്നുള്ളത് മൗജൂദ്, ഖാരിജിൽ മൗജൂദായതാണല്ലോ. ഏത് സ്ഥിതി? വൽ ഹയവാനു, ഹയവാനി എന്ന് പറയുന്നത് അത് ജുസൂൻ, അത് ജുസാണ്. മിൻ ആദൽ ഹയവാനി, ഈ ഹയവാനിൽ നിന്ന്. ഏത് ഹയവാൻ? അൽ മൗജൂദി, മൗജൂദായ. വജുസൂൽ മൗജൂദി മൗജൂദുൻ ഫൽ ഹയവാനി മൗജൂദ്, മൗജൂദിന്റെ ജുസ് മൗജൂദാണ്. വൽ ഹയവാനു, അപ്പൊ ഹയവാനി എന്നുള്ളത്. ഇപ്പൊ ഈ ഹയവാനി എന്ന് പറയുമ്പോൾ ഹയവാനിൽ പെട്ട ഏതെല്ലാം ഹയവാനുകളുണ്ട്, ആ ഹയവാനൊക്കെ ഇവരും. അപ്പൊ ആ ഹയവാന് മൗജൂദാണെങ്കിൽ അതിൽ നിന്ന് ശാഖകളായി വരുന്ന ഹയവാനുകൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഹയവാന. ഇത്രയേ ഉള്ളൂ അവിടെ വിഷയം. എങ്കിൽ ബഹുവ, അതിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാം? കുല്ലിയു തബഇ എന്ന് പറയാം. എങ്കിൽ അമ്മൽ കുല്ലിയാനിൽ ആഖറാൻ, എന്നാ മറ്റേ 2 കുല്ലി, ഇതിപ്പോ തബഇയായ കുല്ലി, തബഇയായ കുല്ലിനെ സംബന്ധിച്ചല്ലേ പറഞ്ഞത്? തബഇയായ കുല്ലിനെ സംബന്ധിച്ചല്ല പറയുന്നത്. എന്താ അമ്മൽ കുല്ലിയാൻ? അപ്പൊ 2 കുല്ലി, ആഖറാനി വേറെ 2 കുല്ലി, മറ്റേ 2 കുല്ലി. അതേതാണ്? അൽ കുല്ലിയുൽ മന്തിക്കിയു, ഒന്നാമത്തത് മന്തിക്കിയായ കുല്ലിയാണ്. വൽ കുല്ലിയുൽ അഖ്ലിയു, അഖ്ലിയായ കുല്ലിയാണ്. തബഇയാ കുല്ലിയെ പറ്റി ചർച്ച കഴിഞ്ഞു. ഫഫി വുജൂദിഹിമാ ഫിൽ ഖാരിജി ഖിലാഫ്, അത് ശരിയാണല്ല. മന്തിക്കിയായ കുല്ലിയായാലും അഖ്ലിയായ കുല്ലിയായാലും ഖാരിജിൽ അത് മൗജൂദാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ എന്തുണ്ട്? അഭിപ്രായമാണ്. അതോടുകൂടി വന്നതൊരു ഫീ ദാലിക, അതില് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഷയത്തില് അത് ഖാരിജിൽ മൗജൂദാണോ എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്, അതിൽ നെതിർ ചെയ്യുക എന്നുള്ളത് ഖാരിജ് പണി സിനാറ്റിനെ തൊട്ട് പുറപ്പെട്ട. സിനാറ്റിന് ഇപ്പൊ നമ്മളെ മന്തിക്ക് ആ മന്തിക്കിന്റെ വിഷയത്തെ തൊട്ട് പുറപ്പെട്ടതാണ്. കാരണം എന്താ? ലിഅന്നഹു, തീർച്ചയായിട്ടും അത് ഏത് ഇവിടെ ഈ പറയപ്പെട്ടത് പിന്നെ കുല്ലി, മന്തിക്കിയായ കുല്ലിയും ഖാരിജിയായ അഖ്ലിയായ കുല്ലിയും അത് വുജൂദാണോ എന്നെ സംബന്ധിച്ചുള്ള ചർച്ച അത് മസായിലിൽ ഹിക്മത്തിൽ ഇലാഹിയ, ഇലാഹിയായ ഹിക്മത്തിന്റെ മസ്അലകളിൽ പെട്ടതാണ്. എങ്ങനെ ഇലാഹിയായ ഹിക്മത്ത് എന്നാൽ ബായിസത്തി ചർച്ച ചെയ്യുന്നതായ അഹ്വാലിൽ മൗജൂദിന്റെ അവസ്ഥകളെ തൊട്ട്. എങ്ങനെ? മിൻ ഹൈസു ഇന്നഹു മൗജൂദ്, ഒരു മൗജൂദാണ് എന്നുള്ള ഭാഗത്തിൽ. എങ്കിൽ വഹാദ, അപ്പൊ ഈ പറഞ്ഞ രൂപം
മുസ്തറക്കും ബൈനഹുമാ, ഇവ രണ്ടിന്റെയും ഇടയിൽ കൂടാക്കപ്പെട്ട ഇത് മന്ദിക്കിയായ കുല്ലിയിന്റെയും അതുപോലെ അക്ലിയായ കുല്ലിയിന്റെയും അതിന്റെ പുറമെ ബൈന കുല്ലിയ തബൈന്റെ. അപ്പൊ ഈ മൂന്നും കൂടി സമ്മേളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല വജകലി ഈറാദി ആവുന്ന ആ ചർച്ച ഇവിടെ കൊണ്ടുവരുന്നത് എനിക്കൊരു പ്രത്യേകമായ ന്യായീകരണമൊന്നുമില്ല. അപ്പൊ യഹാദത്തിമാല ഇൽമിന്നാഹറ, വേറൊരു ഇൽമിന്റെ മേലിൽ ആ കുല്ലിയുത്തബൈനെയും മന്ദിക്കിയായ കുല്ലിയിനെയും കൊണ്ടുവരാൻ ബന്ധപ്പെടുത്തുക എന്നത് കൊണ്ടും പ്രത്യേക ന്യായീകരണമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മന്ദിക്കിയായ കുല്ലിയായാലും അതുപോലെ അക്ലിയായ കുല്ലിയായാലും ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. തബയ്യായ കുല്ലിയെ പറ്റി ചർച്ച ചെയ്താൽ മതിയോ. ഇനി കാല അസ്സാരിസു, മൂന്നാമത്തെ അൽ കുല്ലിയാനി, കുല്ലിയെ മുതസാവിയാനി, രണ്ട് മുതസാവിയാവും. എപ്പോഴാണത് മുതസാവിയാവുക? ഇൻ സദക്ക കുല്ലു വാഹിദി മിൻഹുമ, രണ്ട് കുല്ലിയെ, ആ രണ്ട് കുല്ലിയിൽപ്പെട്ട ഓരോ കുല്ലിയും പറയാൻ പറ്റിയാണ് കലാമായത്തുക്കും അല്ലെങ്കിൽ ലാഹോർ, മറ്റേത് പറയാൻ പറ്റുന്നതിന്റെ മേല് പറയാൻ പറ്റും. രണ്ട് കുല്ലിയുണ്ട്. ഒന്നാമത്തെ കുല്ലിന്റെയും രണ്ടാമത്തെ കുല്ലിന്റെ ഇടയിൽ കുല്ലിയായ തസാദുക്കുണ്ടായാൽ ഇൻസാന് പോലെ നാത്തിക്ക് പോലെ, എല്ലാ ഇൻസാനും നാത്തിക്ക് എന്ന് പറയാ, എല്ലാ നാത്തിക്കും ഇൻസാനെന്ന് പറയാം. അങ്ങനെ വെക്കുമ്പോൾ വൈനുഹും ആ ഉമൂമും ഹുസൂസ് മുത്തലക്കും. അപ്പൊ അവിടെ ഉമൂം ഹുസൂസ് മുത്തലക്കുണ്ടാവും. എപ്പോഴാണ് ഉമൂം മുത്തലക്ക് ഉണ്ടാവുക? ഇൻ സദക്ക അഹദുഹുമാ അലാ കുല്ലി മാ യസ്തുഖു അലൈഹിൽ ആഖരി മിൻ വൈദി അക്സിൻ കൽ ഹയവാനി വൽ ഇൻസാൻ. അതായത് രണ്ട് കുല്ലിയെ, ഒരു കുല്ലിയെ പറയാൻ പറ്റുന്ന എല്ലാറ്റിന്റെ മേലും മറ്റേ കുല്ലിയെ പറയാൻ പറ്റും. അതേപോലെ മറ്റേ കുല്ലിയെ പറയാൻ പറ്റുന്ന എല്ലാറ്റിന്റെ മേലും ഈ കുല്ലിയെ എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റും. ഏതുപോലെ? കൽ ഹയവാനി, ഹയവാന് പോലെ, വൽ ഇൻസാനി, ഇൻസാന് പോലെ. എല്ലാ ഇൻസാനും ഹയവാനാണെന്ന് പറയാൻ പറ്റും, എല്ലാ ഹയവാനും എന്ത് പറയാൻ പറ്റില്ല, ഇൻസാനാണെന്ന് പറയാൻ പറ്റും. ഇനി അതേപോലെ ബൈനഹുമാ, ഈ രണ്ട് കുല്ലിന്റെയും ഇടയിൽ ഏതുണ്ടാവും? ഉമൂമും ഖുസൂസും ഈ വജീഹ് ഉണ്ടാവും. അതെങ്ങനെ? ഇൻ സദക്ക കുല്ലും മിന്നുമല ബഅദിമാ യസ്തുഖു അലൈഹിദാ, ഒരു കുല്ലിയെ പറയാൻ പറ്റുന്ന ബഅദിന്റെ മേലിൽ മറ്റേ കുല്ലിയെ പറയാൻ പറ്റും. എന്റെ ഒരു ഭാഗത്തുനിന്ന് കുല്ലിയാ തസാദുക്കും, ഒരു ഭാഗത്തുനിന്ന് ബഅദിയാ തസാദുക്കും. മറ്റൊരു ഭാഷയെ പറഞ്ഞാല്, അതായത് രണ്ട് ബഅദിയാ തസാദുക്കുണ്ടാവും, അല്ല രണ്ട് തസാദുക്കുണ്ടാവും, അല്ല ഒരു തസാദുക്കിന്റെ മാതി ഉണ്ടാവും, രണ്ട് തഫാറുക്കിന്റെ മാതി ഉണ്ടാവും. മറ്റേ ഭാഷയെ പറഞ്ഞാൽ ഒരു തസാദുക്കിന്റെ മാതിരി ഉണ്ടാവും, രണ്ട് തഫാറുക്കിന്റെ മാതി ഉണ്ട്. അങ്ങനെ പറയാം മുഹമ്മൂസുമി വജീഹി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏതുപോലെ? കൽ ഹയവാനി വല്ല അബിയൽ, ഹയവാന് പോലെ അബിയൽ പോലെ. എല്ലാ ഹയവാനും അബിയലാന്ന് വരാൻ പറ്റില്ല, എല്ലാ അബിയലും ഹയവാനാണെന്നും പറയാൻ പറ്റില്ല. രണ്ട് ഭാഗത്തുനിന്നും ബഅദിയ തസാദുക്കേ ഉണ്ടാവും. ബഅദുൽ അബി ഹയവാനെന്ന് പറയാം, ബഅദുൽ ഹയവാനി അബിയലെന്നും പറയാം. പിന്നെ അതേപോലെ മുത്തബായിനാണ്, രണ്ട് കുല്ലിയെ മുത്തബായിനായിട്ട് വരും. അതായത് രണ്ട് കുല്ലിന്റെ ഭാഗത്തുനിന്നും കുല്ലിയ തസാദുക്ക് ഉണ്ടാവില്ല, ബഅദിയ തസാദുക്ക് ഉണ്ടാവില്ല.
അതെങ്ങനെ ഇല്ല യസ്തുക ചെയ്യും മിന്നും രണ്ട് കുല്ലിപ്പെട്ട ഒന്നും പറയാൻ പറ്റില്ല. അലാ ചെയ്യും മിമ്മ യസ്തുക അലയിലാഹോട് മറ്റേത് പറയാൻ പറ്റുന്ന എല്ലാറ്റിൻ്റെ മേലും എല്ലാം പറ്റും വയതും പറ്റും. ഏതുപോലെ ഇൻസാന് പോലെ ഫറസ് പോലെ എല്ലാ ഇൻസാനും ഫറസെന്നും പറയാൻ പറ്റൂല, എല്ലാ ഫറസും ഇൻസാനും പറയാൻ പറ്റും. അതേപോലെ വയതിട്ടിട്ടും പറയാൻ പറ്റും. അപ്പൊ 4 നിസ്ബകയാണ് ഇപ്പൊ അവിടെ ചെയ്തത് ചർച്ച. 4 നിസ്ബല്ല. ഒന്ന് തസാവി, ഒന്ന് തസാവി, ഒന്ന് ഒമൂസുൽ മുത്തലത്ത്, ഒന്ന് ഒമൂസുൽ വജി, 3 എണ്ണം അല്ല, ഒന്ന് തസാവി, ഒന്ന് ഒമൂമു മുസ്ലിം, അങ്ങനെ 4 എണ്ണം ഉണ്ട്. ഒന്ന് തസാവി, ഒന്ന് ഒമൂമു മുസ്ലിം മുത്തലത്ത്, ഒന്ന് ഒമൂസുമി വജി, മറ്റൊന്ന് തബായിന്. അപ്പൊ 2 കുല്ലിന്റെ ഇടയിലുള്ള നിസ്ബകൾ 4 ആണ് എന്ന് ഇതുകൊണ്ട്